ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ ഇന്ന് വാവുബലിയായിട്ട് നമുക്ക് ഇലയട ഉണ്ടാക്കി വെക്കണമായിരുന്നു. അപ്പം അതിനുള്ള ഇലയടയൊക്കെ നമ്മൾ ഉണ്ടാക്കി. അതിനു മുമ്പേ നമ്മൾ അച്ഛൻ്റെ അടുത്ത് നമ്മൾ പിന്നെന്താണ് പല്ല് തേക്കാനുള്ള വെള്ളം, ഈർക്കിലി, ഉമിക്കിലി എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇലയട കൊടുക്കുന്നത്. ഹെൽമെറ്റ് പൊക്കി വെക്കുവോ? ഇടുക്കോഴിലുണ്ടായിരുന്നോ? അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി വള അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൽ പോകണ കല്ലേലിയിൽ ബലിയിടാനായിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചന്ദനപ്പള്ളി നമ്മുടെ പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പൈസ ഇട്ടിട്ടേ പോവുകയുള്ളൂ. അങ്ങനെ നമ്മളവിടെ പൈസ ഇടാൻ കയറി വഞ്ചിയിൽ. അപ്പോൾ ദേ അവിടെ ഇങ്ങനെ പണിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ദേ ഈ ഭാഗം കണ്ടോ, ചക്ക പഴുത്തിട്ട് അത് അണ്ണാൻ കൊത്തി തിന്നുന്നതായിട്ട് ഇങ്ങനെ പണിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതേ ചന്ദനപ്പള്ളിയിലെ കൊച്ചുപള്ളിയിലാണ് ഇത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാർ അറിയാത്ത കൂട്ടുകാരുണ്ട്, അവരെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയിൽ പൈസ ഇട്ടിട്ട് ഇറങ്ങിയപ്പോൾ ദേ നമ്മുടെ ചക്കിയൊക്കെയാണ് ആ സ്കൂട്ടറിൽ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് പോയി. പിന്നെ കുഞ്ഞും വണ്ടി നിർത്തി. ഇങ്ങോട്ട് നോക്കുവോ? കിച്ചുവിനെയാണ് നോക്കുന്നത് കേട്ടോ. നിന്നെയാണ് നോക്കുന്നത്. ചേട്ടൻ മുണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവർ മുന്നേ പോയി. അതിൻ്റെ പുറകെ മൂത്ത മോനും പെണ്ണും കുഞ്ഞും പോയി. അതിൻ്റെ പുറകെ ഞങ്ങൾ കേട്ടോ. അപ്പോൾ പിന്നെ അല്ലെങ്കിലും അപ്പനമ്മമാർ പുറയിലാണല്ലോ, എന്ത് ചെയ്യാം, മക്കളെ പറഞ്ഞു വിട്ട് മുന്നോട്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ മോനും പെണ്ണും വീട്ടിൽ ചോറും കറിയും വെപ്പാൻ. ചെയ്യുന്നല്ലോ. അപ്പം നമ്മൾ കോന്നി ആനക്കൊണ്ട് നേരെ എതിർ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് പിള്ളേർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ദേ നമ്മൾ ഇത് കോന്നിയിൽ തേക്കൊക്കെ ഒത്തിരി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. കല്ലേലിയിലോട്ട് പോകുന്നിടത്ത്, അമ്പലത്തിൽ പോകുന്നിടത്ത് ഈ രണ്ട് ഭാഗത്തും നിറച്ച് തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് പണ്ട് പ്രായിക്കരപ്പാപ്പാൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് കേട്ടോ. കോന്നി ആനക്കൂടും ഉണ്ട്, ഈ ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ കണ്ടോ, അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ദേ ആ ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേ പോകുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നേ കയറി. ഈ വരുന്നത് ചക്കിയമോളും അവർ അച്ഛനുമാണ്. അതിൻ്റെ പുറകിലുണ്ട് മൂത്ത മോനും പെണ്ണും ഒക്കെ കേട്ടോ. കൊച്ചവർ വന്നില്ല, അവർ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ദേ അമ്പലത്തിലോട്ട് പോകുന്നിടത്ത് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കാടാണ് കേട്ടോ. നല്ല കാടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടത് സൈഡിൽ ആറാണ്. അപ്പോൾ ഈ ആറ്റോട്ട് കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം നല്ല തണുപ്പാണ് നമ്മൾ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ. കണ്ട ആനപ്പിണ്ടം കണ്ടായിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ദേ മക്കൾ പുറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. പിന്നെ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ആറ്റിൽ പോയി നമ്മുടെ ദേഹത്ത് വെള്ളമൊക്കെ കളഞ്ഞ് കണ്ണുമുഖമൊക്കെ കഴുകി പിന്നെ നമ്മൾ ബലിയിടാനുള്ള രസീതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ മോന്, അതായത് നമ്മുടെ ചക്കിമോട് അച്ഛന് ബലിയിടുന്നത് എൻ്റെ ആങ്ങളയ്ക്കാണ്. ഞാൻ ബലിയിടുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോന് നമ്മുടെ കിച്ചുമോനെയും കൊണ്ടിരിക്കുന്നത് അവൻ്റെ മാമനാണ്. അവൻ്റെ മാമന് വേണ്ടിയാണ് അവൻ ബലിയിടുന്നത്. അപ്പം കുഞ്ഞിന് തന്നെ അറിയാത്തതുകൊണ്ടാണ് മൂത്ത മോനും കൂടെ കയറി ഇരിക്കുന്നത്. അപ്പം അത് മരിച്ചതിന് കഴിഞ്ഞപ്പോൾ തൊട്ടേ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ബലിയിടിപ്പിക്കുന്നുണ്ട്. അവിടെ വീട്ടിൽ പറഞ്ഞത് അങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, മക്കളെ എത്ര ആയാലും മാമനല്ലേ, ഒരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവനെയും കൂടെ ചെയ്യിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെന്താണ്, നമുക്ക് ഇങ്ങനെ ഇരുന്ന് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം നമ്മുടെ കൂടെയൊക്കെ ഓടിച്ചാടി നടന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുവാ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കൂട്ടുകാരെ, അത് അങ്ങനെ ഒരു അനുഭവം വരുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ഒരു ഇത് അറിയുള്ളൂ. പിന്നെ നമുക്ക് ഒരു മനസ്സിൻ്റെ സന്തോഷം, അവർക്ക് വേണ്ടി നമുക്ക് ഇതെങ്കിലും ചെയ്തു കൊടുക്കാൻ ദൈവം നമുക്ക് ഒരു അവസരം തന്നല്ലോ. ഒരു ആപത്തൊന്നുമില്ലാതെ നമുക്ക് അവർക്ക് വേണ്ടി ഇങ്ങനെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. അത് ഓർക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം തോന്നുന്നത്. ഇല്ലാതെ തന്നെ നമ്മളിത് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ നല്ല വിഷമമാണ്. രാവിലെ അച്ഛനും ആങ്ങളയ്ക്കും ഉള്ളതെല്ലാം ഇവിടെ കഴിക്കാൻ വെച്ചിട്ടാണ് നമ്മൾ പോയത്.
അപ്പം മൂത്ത മരുമോൾ അവിടെ ആങ്ങളേക്കുള്ളതെല്ലാം അവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മളിതേ ബലിയിടാനുള്ളതെല്ലാം അതെല്ലാം അവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ നമ്മുടെ തലയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനാണെങ്കിൽ ആദ്യമേ എൻ്റെ അച്ഛൻ മരിച്ച പുറകിനാണെങ്കിൽ അസ്ഥി ഒഴുക്കിയത് എൻ്റെ ആങ്ങളയായിരുന്നു കേട്ടോ. അപ്പോൾ ആങ്ങളെ ഒഴുക്കി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അടുത്ത പ്രാവശ്യം ആവട്ടെ നമുക്ക് ബലിയിടാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആങ്ങള പറഞ്ഞു അത് വേണ്ട, ചേച്ചി ഇട്ടാൽ മതി, ചേച്ചി ഇടുന്നത് അച്ഛന് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ തന്നെ അത് നടക്കേണ്ടി വന്നു. കാരണം ആ സമയമായപ്പോഴത്തേന് എൻ്റെ ആങ്ങള മരിച്ചു. അപ്പം അതുകൊണ്ട് പിന്നീട് ഞാൻ തന്നെ ഇടേണ്ടി വന്നു. കാരണം എൻ്റെ അച്ഛൻ മരിച്ച 1 വർഷം നമ്മൾ അസ്ഥി വീട്ടിൽ വെച്ചിരുന്നതിന് ശേഷമാണ് നമ്മൾ അസ്ഥി ഒഴുക്കിയത്. അപ്പോൾ ആ ഒരു കാരണത്താൽ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ബലിയിടാൻ പോകുന്നത്. ആ സമയമായപ്പോൾ 2ാമത്തെ വർഷമായപ്പോൾ എൻ്റെ ആങ്ങള മരിച്ചു. അപ്പോൾ പിന്നെ അവനാ പറഞ്ഞ നച്ചല് പോലെ തന്നെ ചടങ്ങുകൾ പിന്നെയും വീണ്ടും ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥ വന്നുപോയി. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ബലിയിടുന്നതിന് ആറ്റിപ്പോയി. അങ്ങോട്ടൊന്നും ഇറക്കി വിടില്ല കേട്ടോ, അവിടെ ഇങ്ങനെ പോലീസുകാരൊക്കെ ഉണ്ട്, അവിടെ പോയിട്ടാണ്. പിന്നെ ബലിയിടുന്നതിൻ്റെയൊക്കെ ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഉടുപ്പില്ലാതെയും ബലിയിടുന്നവർ ഉടുപ്പില്ലാതൊക്കെയാണ്. അതിനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എനിക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. മാമൻ എന്തെങ്കിലും കർശന നടപടികൾ നടത്തുമോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നറിയട്ടെ, അവർ കാണട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ മനസ്സിലെ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ അവരെയും കൂടെ അറിയിക്കണം എന്നുള്ളൊരു ഇഷ്ടമാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രസാദം വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പ്രസാദം മേടിക്കാൻ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞു അവിടെയല്ല, നിങ്ങൾ തിരിച്ച് മേളിൽ സ്റ്റെപ്പിൻ്റെ അവിടെ വരാൻ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് വരെ അവിടെ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ ഞങ്ങൾ നേരെ മേളിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഉണ്ട് അവിടെ പ്രസാദം കൊടുക്കുന്ന ആൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് നിന്ന് അവിടെ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനൊരു ചേട്ടാ ഇതെന്തൊരു കഷ്ടം, അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പുറത്ത് വരാൻ. കുഞ്ഞുങ്ങളെയും വലിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനൊന്നും കൂട്ടാക്കിയില്ല. ഞാനവിടെ താലം ഇരിപ്പുണ്ടായിരുന്നു, താലത്തിൽ പൈസ ഇട്ടു. ഞാൻ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ താലത്തിൽ പൈസ ഇട്ടിട്ട് ഞാൻ ഓരോ വാഴയിലയിൽ ഇരിക്കുന്ന പ്രസാദം ഞങ്ങൾ സ്വയമായിട്ട് തന്നെ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു ഒരു ഇലക്കകത്ത് പ്രസാദം കൊണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ എടുത്തായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അല്ല എന്ത് ചെയ്യാനാ. പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോയി. അവിടെ അന്നദാനമുണ്ട്, സൂപ്പറാണ് അവിടുത്തെ അന്നദാനം കേട്ടോ, കഞ്ഞി വസ്ത്രവും. പിന്നെ അവിടെ ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമുക്ക് അവിടുത്തെ സൗണ്ടുകളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ നെറ്റിക്ക് തൊട്ടിട്ടാണ് നമ്മൾ നേരെ കഞ്ഞി കുടിക്കാനൊക്കെ കൊണ്ട് പോയത് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയാലും അവിടെ നമ്മൾ കഞ്ഞി കുടിച്ചിട്ടേ പോരുള്ളൂ. എന്നും അവിടെ അന്നദാനമുണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എന്നും ഉണ്ട് അന്നദാനം. അങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മളെല്ലാവരും കൂടാണ് പോയത് കേട്ടോ. 3 കൂട്ടരും ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചവനും പെണ്ണുമാണ് വരാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഞ്ഞി കുടിക്കാൻ പോവാം. ബാ എല്ലാവരും കൂടെ വന്ന് നമ്മളിതേ കഞ്ഞി കുടിക്കുന്നുണ്ടോ. പിന്നെ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും പറ്റില്ല കൂട്ടുകാരെ, ഭയങ്കര സൗണ്ടാണ്. അമ്പലത്തിലെ കൊട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സൗണ്ടൊന്നും ഇടാൻ പറ്റില്ലേ. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ കളഞ്ഞത്. അങ്ങനെ ദേ ചക്കിയൊക്കെ അപ്പുറത്തിരുന്നാണ് കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. കഞ്ഞി കുടിച്ചിരുന്നപ്പോൾ അവർ അച്ഛനെടുത്ത് മടി വെച്ചിട്ട് അവർ അച്ഛൻ്റെ കഞ്ഞി കൊടുക്കാൻ പായിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അച്ഛനും അവളെ അവിടെ ഇരുത്തിട്ട് വേറെ കഞ്ഞി എടുക്കാൻ പോയി. അപ്പോൾ ആദ്യമേ അവർ നമ്മൾ ചെന്നപ്പോഴേ പറഞ്ഞു കുഞ്ഞിന് വേറെ കുഞ്ഞുപാത്രത്തിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചക്കിപ്പെണ്ണ് സമ്മതിച്ചില്ല. അവൾക്ക് പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് പിന്നെ അവൾ അവിടെ നിന്ന് കുടിച്ചത്. അപ്പോൾ അങ്ങനെ ദേ എന്നാൽ സൂപ്പറാണ് അവിടുത്തെ വസ്ത്രവും കഞ്ഞിയും കേട്ടോ. അച്ചാറില്ലായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചക്കിപ്പെണ്ണ് അടുത്ത പാത്രത്തിൽ കഞ്ഞിയൊക്കെ മേടിച്ച് ദേ സ്റ്റൂളെ കയറി ഡെസ്കെ കയറി ഇരുന്നാണ് കുടിക്കുന്നത് കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നേരെ കസേരയെ വരും. അങ്ങനെ 3-4 ചടങ്ങായിട്ടാണ് എൻ്റെ കുഞ്ഞ് കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. ആഹാരത്തിൻ്റെ കാര്യത്തിലൊന്നും അവൾ പുറമോട്ട് നിൽക്കില്ല. ഇതിനെങ്ങനെ കൊണ്ടുപോയി അതെ ബാ വീട്ടിൽ പോണ്ടായിരുന്നു മതി, വീട്ടിൽ കൊടുക്കാം. ബാ മതി. വാ 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 ശരി. അങ്ങനെ നമ്മൾ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് നേരെ മേളിൽ റോഡിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് കളിപ്പാട്ടത്തിൻ്റെ പുറകെ പോയി. പിന്നെ അതിൻ്റെ പുറകെ പോയി കുഞ്ഞിന് പിന്നെ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ കമ്മലൊക്കെ മേടിച്ചു. ഞാനിതില്ല എന്നാലും വാങ്ങിക്കാൻ കൂടെ നിന്ന് കേട്ടോ.
അവരുടെ പുറകിൽ, ഇല്ലെങ്കിൽ നടക്കില്ല കാര്യങ്ങളൊന്നും. അവിടെ കളിപ്പാട്ടം കാണിക്കണേ ഇവിടെ കിച്ചു കിച്ചു ഇതിനെ കാണിച്ചേ, വണ്ടി കാണിച്ചേ, വണ്ടി നേരെ കാണിക്കേ. ആ അപ്പം അങ്ങനെ നമ്മുടെ കിച്ചുമോൻ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ ചക്കിപ്പണ്ണിന് നോട്ടമാണ് കേട്ടോ. ചക്കിപ്പണ്ണിന് ഓരോ നോക്കിയിട്ട് ഈ കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉള്ളൊരു സെറ്റ് എടുത്തു. അപ്പോൾ അവൾക്ക് അതൊന്നും വേണ്ട. പിന്നെ ഈ ഒരു സാധനം എടുത്തു, അതും അവൾക്ക് വേണ്ട. പിന്നെ അവൾക്ക് നമ്മളെടുത്തതാണ് ഒരു മൊബൈലും കണ്ണാടി വാച്ച് ഇതെല്ലാം കൂടെ വരുന്ന ഒരു പാക്കറ്റായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ ചക്കിപ്പണ്ണിനെടുത്തത്. നോക്കിയിരിക്കുന്ന കണ്ടില്ലേ. കമലിന്റെ മുട്ടി ഇറങ്ങുന്നില്ല അവള്, അവിടെ അതിന്റെ മുട്ടി ഇറങ്ങുന്നില്ലേ? ഇല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മമ്മ ശരിയാക്കി തരാം, കൊടുക്കും. ആ ചുണ്ടു പാവനെ കൊണ്ട് എല്ലാം ഒരേ വിലയാണ്. ഏതാ കല്ല് നല്ലത്? പിന്നെ വാങ്ങിച്ചോ കമ്മല്? അല്ല, അത് മുമ്പേ വാങ്ങിച്ചതാ. വണ്ടി അച്ഛൻ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടേ. വീഡിയോ ഓണാക്കി വന്നപ്പോൾ തന്നെ ആന എൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ദേ കുഞ്ഞുങ്ങൾ ദേ വരുന്നു. ചക്കിയൊക്കെ മുന്നേ പോയി, കാരണം മഴയ്ക്ക് മുന്നേ അങ്ങ് വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് അവർ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോരുന്നു. ഞങ്ങൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ പോരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദേ കോന്നിയിലെത്തി. കോന്നി ബസ് സ്റ്റാൻഡിലെത്തിയേ. അറിയാവുന്ന കൂട്ടരൊക്കെ കമൻറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ദേ നേരെ ഇപ്പോൾ വണ്ടിയൊക്കെ എന്നിട്ട് ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പം നേരെ കിടക്കുന്ന റോഡ് പത്തനംതിട്ടയ്ക്കാണ്. വലത്തോട്ടുള്ള റോഡ് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും ഇടത്തോട്ടുള്ള റോഡാണ് തിരിഞ്ഞു പോരുന്നത്. നമുക്ക് കോന്നി ആനക്കൂടിൻ്റെ ഭാഗത്തൂടെ പൂങ്കാവി വന്നിട്ട് അവിടുന്ന് നേരെ ചന്ദനപ്പള്ളി അങ്ങനെ വേണം നമ്മുടെ വീട്ടിലോട്ട് പോരാനായിട്ട്. അപ്പോൾ ദേ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു പോരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നിട്ട് നമ്മൾ പിന്നെ ആനക്കൂടിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ ഇത് നമ്മുടെ പൂങ്കാവ് ജംഗ്ഷനാണ് കേട്ടോ. പൂങ്കാവ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് പോകുമെന്നറിയാം. ഇത് ആ കാണുന്ന നീല പോലത്തൊക്കെയാണ് കാണുന്നത് വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, അത് ചന്തയാണ് കേട്ടോ. അവിടെയും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാണ് പോരുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ നമ്മൾ ചന്ദനപ്പള്ളിക്ക് പോരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചന്ദനപ്പള്ളി കഴിഞ്ഞ് ഇടത്തിട്ടേ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കാനിരുന്നേ. കുഞ്ഞുങ്ങളങ്ങനെ ചക്കി അവർ അച്ഛനും അമ്മയും അങ്ങ് പോയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോരാം. കിച്ചുമോനെയും കൊണ്ട് നമ്മൾ പോരുന്നു. അവരച്ഛനും അമ്മയും കൂടെ വേറെ എന്തോ ഒരു വഴിക്ക് പോകാനായിട്ട് അവരങ്ങോട്ടങ്ങ് പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ദേ നമ്മുടെ വണ്ടി വെക്കുന്നിടത്ത് വന്ന് വീട്ടിൽ പോരാനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. കടന്ന് വാങ്ങിച്ചേ ഇപ്പം വീഡിയോ വാങ്ങിച്ചപ്പോ മുട്ടായി വാങ്ങിച്ചു. എടാ നിന്നെ പറ്റിക്കാൻ പറയുന്നാടാ നിന്റെ അപ്പൂപ്പൻ കള്ളൻ. കുഞ്ഞിനെ പറ്റിച്ച്.